നമുക്കൊരു ചായ കുടിച്ചാലോ? അവിടെ ഒരു ചായ കടയുണ്ട് ചേട്ടാ, നമുക്ക് അവിടെ നിന്ന് കുടിക്കാം. ഇതേതാ സ്ഥലം? ഒരു വായിൽ വരാത്തൊരു പേരാണല്ലോ. കൊള്ളാല, ശരിയാണല്ലോ. ഖണ്ഡ കർണ വെളി. ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. പിന്നെ അനുവി നാട്ടുകാരനായിട്ട് ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ? ഇല്ല 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 കേട്ടിട്ടില്ല. അതുകൊണ്ട് അവിടെ കുറച്ച് ചേട്ടന്മാരെ ഇപ്പോൾ ഉണ്ട്, അവരോട് ചോദിക്കാം. ഖണ്ഡകർണ വിളി അല്ലേ? അതെ അതെ, ഖണ്ഡകർണ വിളി. എന്താ ഇതിന്റെ കായാണ്. അതൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പേരോടനുബന്ധിച്ചാണ് ഈ സ്ഥലത്തിന്റെ പേരും വന്നേക്കുന്നത്. വളരെ അപൂർവം മാത്രം ഉണ്ടാകാറുള്ളൂ ഇങ്ങനൊരു അമ്പലം ഉള്ളത് തന്നെ. ആരോട് ചോദിച്ചാൽ ഇതിന്റെ ചരിത്രമൊക്കെ അറിയാൻ പറ്റും? സുഹൃത്തുണ്ട്, സുഷീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിനടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ആ ചേട്ടനെ കാണാനായിട്ട് വന്നതാ ഞങ്ങള്. എന്താ കാര്യം? നമുക്കൊരു സ്ഥലത്തിന്റെ പേര് സംബന്ധിച്ച് കുറച്ച് വിവരങ്ങൾ വേണമായിരുന്നു. സംബന്ധിച്ചാണ് ഖണ്ഡകർണ വിളി. ഖണ്ഡകർണൻ വെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഖണ്ഡകർണന്റെ ഒരു വിഗ്രഹം ഉണ്ട്, ഒരു ക്ഷേത്രമുണ്ട്. അത് ക്ഷേത്രം പിന്നീടാകുന്നതാണ്. ആദ്യം ഒരു 10-75 വർഷം മുമ്പ് ഒരു പാലച്ചുവട്ടിലായിരുന്നു അത് ഇരുന്നിരുന്നത്. അത് പിന്നീടാണ് അത് ക്ഷേത്രമാകുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഖണ്ഡകർണൻ എന്ന് പറയുന്ന മൂർത്തി അവിടെ ഇരിക്കുന്നത് കൊണ്ടിട്ടാണ് ഖണ്ഡകർണൻ വെളി എന്ന് പറയുന്ന പേര് വരാനുള്ള കാരണം. ലിപിയും വ്യത്യസ്തമാണ്, അവിടുത്തെ കടകളിലൊക്കെ വ്യത്യസ്തമാണ്. അതെ അതെ, വ്യത്യാസമാണ്. പലരും പല രീതിയിലാണ്. കാരണം ഇത് ഏത് രീതിയിൽ എഴുതണമെന്ന് ആർക്കൊരു നിശ്ചയമില്ല. ഇത് വടക്കാണ് ഈ മൂർത്തി കൂടുതലായിട്ടുള്ളത്. ആ വടക്കുള്ള മൂർത്തികൾക്ക് തെയ്യമുണ്ട്. ഖണ്ഡകർണൻ വെളി, അതെന്താണ് വെളി എന്ന് പറഞ്ഞാൽ? ബുദ്ധകാലത്ത് ഊരുകൂട്ടങ്ങൾ കൂടുന്ന സ്ഥലങ്ങളും ഇത്തരം തുറസായ സ്ഥലങ്ങളായിരുന്നു. ഇപ്പോൾ പറവൂർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ചുറ്റുവട്ടമുള്ള എല്ലാം, പറയ് ഊര് അടക്കമുള്ള എല്ലാം ബുദ്ധകാലത്തിൻ്റെയും സംഘകാലത്തിൻ്റെയും തമിഴ് ബന്ധത്തിൻ്റെയും ഒരു ഭാഗമായി വരുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ കോട്ടക്കാവ്, തോന്നിയകാവ്, കാളികുളങ്ങര, കോട്ടുവള്ളി, വള്ളുവള്ളി, ചെറിയപ്പള്ളി, ഇങ്ങനെയെല്ലാം പറഞ്ഞു വരുന്ന പേരുകൾക്ക് ബുദ്ധ ജൈന ബന്ധമുള്ള പേരുകളാണ്. അതിൻ്റെയും കൂടി ഭാഗമാണ് ഈ വെളി എന്ന് പറയുന്ന സംഭവത്തിനെ നമുക്ക് കാണാൻ കഴിയും. മൽഗോഷ് സിമോനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.